ഹലോ, ഇന്ന് വിഷു ഒക്കെ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു പല സാധനങ്ങളും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഒടുവിൽ തീരുമാനിച്ചു എങ്കിൽ പിന്നെ വിഷുക്കണി തന്നെ ഉണ്ടാക്കിയേക്കാമെന്ന്. ഞാൻ അതിനായിട്ട് ഫെവിക്രലിൻ്റെ മോൾഡഡ് ക്ലേ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ കണി വെക്കുന്ന ചക്ക, മാങ്ങ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെക്കാൻ വേണ്ടി ഉരുളി അഥവാ പാത്രം എന്നൊക്കെ പറഞ്ഞ സാധനം വേണ്ടേ. അപ്പോൾ ആദ്യം നമ്മൾ അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാനിവിടെ ടൂൾസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോം ക്ലേയുടെ കൂടെ കിട്ടുന്ന ടൂൾസാണ് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ ഉരുളി അഥവാ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ പോകുന്ന പാത്രത്തിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഓറഞ്ച്, മാങ്ങ, പിന്നെ മത്തങ്ങ, അങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. മത്തങ്ങയുടെ മണ്ടഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയത്, ആ ഒരു തണ്ടൊക്കെ ഉള്ള. അതിനുശേഷം മുന്തിരിങ്ങ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾക്കും പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഉണങ്ങാൻ സമയം കിട്ടിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ സാധനം ഉണ്ടാക്കാനും അത്ര നേരം എടുക്കുമായിരുന്നു. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തത് ഫോം ക്ലേ ആണ്. ഫോം ക്ലേ വെച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് ഇതിന് ചെയ്യുമ്പം അത്ര പെർഫെക്റ്റ് ആവാൻ ചാൻസ് ഇല്ല. കാരണം രണ്ടും രണ്ട് രീതിയാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മാങ്ങ, ഓറഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങ, മുന്തിരിങ്ങ, പിന്നെ ആപ്പിള്, ചക്ക, ഇങ്ങനെ ഇത്രയൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ ഇതിൽ പെയിൻറ്റ് ചെയ്യുന്നൊന്നും വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ലാസ്റ്റ് പെയിൻറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ലുക്ക് മാത്രമേ ഉള്ളൂ. കാരണം 3 മിനിറ്റ് നമുക്കൊരു ഷോട്ടിൽ മാക്സിമം ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു വാൽക്കണ്ണാടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ണാടിയുടെ ചില്ലെടുത്തിട്ട് അത് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ഈ ഒരു ക്ലേ അതിൻ്റെ ചുറ്റും തേച്ചത് ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കണ്ണാടിയുടെ താഴ്ഭാഗം ഉണ്ടല്ലോ, അതുണ്ടാക്കാനായിട്ട് ക്ലേ ഇതുപോലെ ആക്കി അതിലേക്ക് നമ്മുടെ ഈർക്കിൾ കമ്പുണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്നത് ഒടിച്ചും കളഞ്ഞേക്കാം. എന്നിട്ട് അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്കി കുറച്ച് ക്ലേ എനിക്ക് വന്നു. അത് ഞാൻ ഇതുപോലെ നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ചുറ്റും ഇതുപോലെ വെച്ച് കൊടുത്തു. അങ്ങനെ ഏകദേശം എല്ലാം പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് ക്ലേഡ് ഉണ്ടായിരുന്നു. നമ്മുടെ വാൽക്കണ്ണാടിയുടെ നടുക്ക് ഭാഗത്ത് അതങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വാൽക്കണ്ണാടി നമ്മുടെ ഫ്ലെക്സ് ക്വിക്ക് വെച്ച് ഒട്ടിച്ചാണ് കേട്ടോ വെച്ചത്. ബാക്കിയുള്ളതൊക്കെ വാരിപ്പറക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു. കണിക്കൊന്നും ഇല്ലാതെ എന്ത് വിഷുവോ. അതിനായിട്ട് ഞാൻ ഫോം ക്ലേ എടുത്തിട്ട് അതിൽ യെല്ലോ കളർ ഇതുപോലെ മുറിച്ച് അങ്ങും ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ മിനിയേച്ചറായിട്ട് ചെയ്ത പോലെ നമ്മുടെ ഉടയാടയും മിനിയേച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. A4 ഷീറ്റ് പേപ്പറാണ് കേട്ടോ അതങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഇനി തണ്ടോട് കൂടിയ കണിക്കൊന്ന വേണ്ടേ, അതിനായിട്ട് നമ്മൾ വീണ്ടും ഈർക്കിൾ കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും നീളത്തിൽ എടുത്തിരിക്കുന്നത് 2 തണ്ട് ഉണ്ടാക്കാനാണ് കേട്ടോ. പിന്നെ ഫോം ക്ലേ എടുത്തത് അതങ്ങനെ എങ്ങനെയൊക്കെയോ വെച്ച് കൊടുത്തു. അങ്ങനെ ഏകദേശം ഒരു കണിക്കൊന്നയുടെ രൂപമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ നമ്മളൊരു കോടിമുണ്ടും നാണയവും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിളക്കും കൃഷ്ണനും എല്ലാം വെച്ച് വിളക്കൊരുക്കി കണി കാണുകയാണ് കേട്ടോ.